വില്ലൻ എന്നൊരു ലെവലിലോട്ടൊക്കെ വന്നത്. ഈ സിനിമയിലും നമുക്ക് മലയാളികൾക്ക് പ്രതീക്ഷിക്കാൻ ഒരു ഹ്യൂമർ എലമെന്റ് ഉള്ള ഒരു കഥാപാത്രമാണോ? താങ്കളുടെ പേരെന്താ? എൻ്റെ പേര് നിബിൻ. നിബിൻ മാത്രമാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, മറ്റുള്ളവർക്ക് കൂടെ അവസരം കൊടുക്കണം കേട്ടോ. ഞാൻ ഹ്യൂമറായിട്ട് പറഞ്ഞാൽ കണക്കാക്കേണ്ട, സീരിയസ് ആയിട്ട് പറഞ്ഞാൽ മറ്റുള്ളവർ ചോദ്യം ചോദിക്കാൻ ഒരു അവസരം കൊടുക്കണേ. തീർച്ചയായും. ആ മൈക്ക് കുറച്ച് നേരത്തേക്ക് മറ്റുള്ളവരുടെ ഒന്ന് കൈമാറിക്കും, അല്ലെങ്കിൽ എന്താ അറിയാമോ, വേറെ അവർക്കൊക്കെ ചോദിക്കണമെന്നുണ്ടാവും. തീർച്ചയായും. ഓക്കെ, എല്ലാവരോടുമായിട്ട് ഒരു ക്വസ്റ്റ്യൻ. ഇവിടെ അല്ലല്ല, ഞാൻ ഇതിന്റെ ഉത്തരം പറഞ്ഞോട്ടെ. ഈ ഹ്യൂമറെന്നോ വില്ലെന്നൊക്കെ പുറത്ത് കാണുന്ന പ്രേക്ഷകരാണ് ഇതൊക്കെ തീരുമാനിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആക്ടർക്ക് കിട്ടുന്ന കഥാപാത്രം എന്ന് മാത്രമേ സ്വീകരിക്കാറുള്ളൂ. ചിലർ ചോദിക്കും ഇങ്ങനെ വില്ലനായിട്ട് അഭിനയിക്കുന്നത്. വില്ലൊന്നുമില്ല, നമ്മളെ വിചാരം നമ്മളാണ് നായകൻ. അപ്പുറത്തൊരാൾ നിൽക്കുന്നുണ്ടാവും, ചിലപ്പോൾ അയാളായിരിക്കും നായകൻ. ഒരു കഥാപാത്രത്തെ കിട്ടിക്കഴിഞ്ഞാൽ ആ കഥാപാത്രത്തെ ഏറ്റവും നന്നാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓരോ ആക്ടറും ശ്രദ്ധിക്കുന്നത്. അല്ലാണ്ട് ഞാനിതിനകത്ത് ഹ്യൂമറാണ്, ഞാനിതിനകത്ത് വില്ലനാണ്, ഞാൻ നായകനാണ്, അങ്ങനെ ആരും ചിന്തിക്കാറില്ല. ആ സമയത്ത് ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന ആൾക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്വം കൂടുതലുണ്ടാവും. ആ സിനിമയുടെ സക്സസിനും ഫെയിലിയറും ഒക്കെ ആ ആക്ടറെ ആശ്രയിച്ചിരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടി ഉത്തരവാദിത്വം കൂടുതലുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഞങ്ങളുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ കിട്ടുന്ന കഥാപാത്രത്തെ ഏറ്റവും നന്നാക്കുക. കഥാപാത്രം ഹ്യൂമറാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ ഹ്യൂമർ ചെയ്യുക, അതോ നെഗറ്റിവിറ്റിയാണ് പറയുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നൊക്കെ ഉള്ളതെന്നല്ലാതെ ഞങ്ങളങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, എല്ലാവരോടുമായിട്ടൊരു ക്വസ്റ്റ്യൻ. സിനിമ ഭയങ്കര ഫണ്ണാണ്, കോമഡിയാണെന്നൊക്കെ പറഞ്ഞു, അതുകൊണ്ടാണോ എല്ലാവരും ഇത്ര സീരിയസ് ആയിട്ടിരിക്കുന്നത്? അതല്ല, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് നല്ല ഉറക്കം വരുന്നുണ്ട് എല്ലാവർക്കും. സീരിയസ്നെസ് അല്ല, എല്ലാം നല്ല ഉറക്കം തോന്നുക. അതുകൊണ്ടാണ് ആർക്കും ഒരു സീരിയസ്നെസ് ഇല്ല. എല്ലാവരും വളരെ ഫണ്ണായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഞങ്ങൾ തിരിച്ചാണ് അങ്ങോട്ട് ചോദിക്കണമെന്നിരിക്കുന്നത്, നിങ്ങളെന്താ എല്ലാവരും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്ന? ഒരു എന്താ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞാൽ നിബിൻ, അദ്ദേഹം മാത്രം ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചതുപോലെ അതാ ഞങ്ങൾക്ക് തോന്നിയത് തിരിച്ചാണ്. അല്ല, ബേസിലായിട്ടാണെങ്കിൽ മാത്രം ആദ്യം ഇച്ചിരി കോമഡി പറയാൻ നോക്കി, അതാണെങ്കിൽ വർക്കായതില്ല. ഇതേ നമ്മൾ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഓപ്പോസിറ്റ് ആൾ നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഇപ്പുറത്തെ ആൾ നന്നായിട്ട് ചെയ്യും. അപ്പോൾ നിങ്ങളൊന്ന് ലൈവ് ആകുമ്പോൾ ഞങ്ങൾ ലൈവ് ആവും. ഇപ്പോൾ താഴെ നിന്ന് ഭക്ഷണം കഴിച്ച് വന്നതിൻ്റെ പറഞ്ഞ പോലെ കൊണ്ടോ മധുരമൊക്കെ അടിച്ച് കയറ്റി വരും. അതിൻ്റെ ഞാൻ തമാശ പറഞ്ഞിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്ത പോലും ഇല്ല, പിന്നെ എൻ്റെ മൂടങ്ങ് പോയി. ഇനിയിപ്പോൾ എന്ത് കോമഡി. സിദ്ദിഖ് ആൾക്കാരും എന്നാലും സിദ്ദിഖ് ആദ്യം ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നെങ്കിൽ എല്ലാ ആൾക്കാരും സ്വയം ഒന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും ചോദ്യങ്ങൾ ചോദിക്കാമെന്ന്. ബേസിലേട്ടൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഇവിടെ എല്ലാവരും ഒന്ന് പറഞ്ഞു തുടങ്ങി, ഇതെന്ത് ഇനി സിനിമയുടെ കഥ മുഴുവൻ പറയുമെന്ന്. ആ തരത്തിൽ പുള്ളി വേറെ രീതിയിൽ സംസാരിച്ച് പോയി. ഇനി ഒരു മറുപടി പറയാം. സിനിമയുടെ പേരെന്നാ? നുണക്കുഴി. പറഞ്ഞതെല്ലാം സത്യമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതൊന്നും വിശ്വസിച്ച് നിങ്ങൾ തിയേറ്ററിലേക്ക് കാണാൻ പോകണ്ട. ഇനി ഞാൻ മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മാത്രം എല്ലാവരും സ്വയം ഒന്ന് പറയാമെന്ന് വിചാരിച്ചില്ല, അങ്ങനെയൊക്കെ വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷെ ഫുൾ ബേസിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതാണ് അസീസ് പറഞ്ഞത്, ഇനി ക്ലൈമാക്സ് കൂടെ പറയാനുള്ളൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തർ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അസീസിൽ നിന്ന് തുടങ്ങാം, എന്നിട്ട് ഇങ്ങനെ പോവാം. അസീസ്, ക്ലൈമാക്സ് ഞാൻ 15-ാം തീയതി പറയാം. ഞാൻ എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ മിമിക്രി എന്ന് വരുമ്പോൾ തന്നെ സിനിമ അഭിനയിക്കുക എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അതിലുപരി സാറിനെ പോലത്തെ ഡയറക്ടറിൻ്റെ സിനിമയിലൊക്കെ ഒരു ക്യാരക്ടർ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അതും ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ്. അതും നല്ലൊരു ക്യാരക്ടർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. സിനിമയെക്കുറിച്ചൊന്നും ഒരുപാടൊന്നും പറയാനില്ല, ഒരു ഫണ്ണ് എലമെൻ്റ് തന്നെയാണ്. കാരണം ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിച്ചാണ് ഞാൻ ലൊക്കേഷനിലൊക്കെ പോയത്. ജിത്തു സാറിനൊക്കെ പേടിച്ചാണ് പോയത്. പക്ഷേ സാറെന്ന് പറഞ്ഞാൽ ഭയങ്കര കൂളായിരുന്നു. നമ്മളടുത്തൊക്കെ സത്യം പറഞ്ഞാൽ സാറ് ഉഗ്ര ആക്ടറും കൂടെയാണ്. നമുക്ക് എങ്ങനെയാണ് അഭിനയിക്കേണ്ടതെന്ന് എനിക്ക് പറഞ്ഞുകൂടാ തരും സാർ. അപ്പോൾ എന്തായാലും വേണ്ടേ? അതെ, സാറ് പറഞ്ഞൊക്കെ തരും. പിന്നെ രണ്ടാമത് നമ്മളെന്തെങ്കിലും ഹ്യൂമർ നമുക്ക് തന്നെ പേടിയാണ്. ഇപ്പോൾ സാറ് ഫുള്ള് സ്ക്രിപ്റ്റിൽ പോകുന്ന ഒരു സംഭവത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഹ്യൂമർ ചേർക്കാൻ വേണ്ടി പേടിയായിരുന്നു ആദ്യം. പക്ഷെ സാറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ സാറ് അത് ധൈര്യമായിട്ട് ചെയ്തോളാം പറഞ്ഞു. ചിലത് ചെയ്യാതിരിക്കുമ്പോൾ സാറ് വിളിച്ച് പറയുകയും ചെയ്യും, മൈക്കുന്നത് അത് ചെയ്യുന്നു. ഭയങ്കര ഒരു രസമായിരുന്നു. എന്തായാലും പടം ഒരു വൻ വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടും വേണം. താങ്ക് യു സോ മച്ച്. പറ, ഉച്ചയ്ക്ക് കഴിച്ചല്ലേ? പറയാം. ഞാൻ വളരെ ഹാപ്പിയാണ്. കുറേ നാൾ അവസരം ചോദിച്ച് കിട്ടിയ സിനിമയാണ്. ഇതേപോലെ മുന്നേ അവസരം ചോദിച്ച ഒരു സിനിമ കിട്ടി. പ്രിയൻ സാർ, ലാൽ സാർ ഒപ്പം കാത്തൊരു കോമഡി പടം പ്രിയൻ സാർ, ലാൽ സാർ കോമ്പിനേഷൻ ചെയ്യാമെന്ന് വെച്ചപ്പോൾ ത്രില്ലറായിപ്പോയി.
അങ്ങനെ കാത്ത് ജിത്തു സാറിൻ്റെ പടം ഒരു ത്രില്ലറിയാന്ന് വെച്ചപ്പോൾ അത് കോമഡി ആയിരുന്നു. പക്ഷേ ഐ ആം വെരി ഹാപ്പി ഈ കോമഡിയിൽ എനിക്കൊരു സ്പേസ് കിട്ടിയതിലും. അത് തീർച്ചയായിട്ടും അദ്ദേഹം വളരെ കാൽക്കുലേറ്റീവാണ്. പ്രേക്ഷകർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് കോഷ്യൻ്റ് മനസ്സിൽ കണ്ടുകൊണ്ടാണ് സിനിമകൾ ഒരുക്കുന്നത്. ഈ പ്രാവശ്യവും അങ്ങനെ തന്നെ ആവും എന്നുള്ള ഞങ്ങളുടെ പ്രതീക്ഷ നിലനിൽക്കട്ടെ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ചോദിക്കാണ്ട് കിട്ടിയ അവസരമാണ് എനിക്ക് ഈ സിനിമയിൽ. അപ്പം ജീതു സാറ് വിളിച്ചപ്പോൾ ഞാൻ ഇപ്പം ബേസിലും ഗ്രേസും പറഞ്ഞ മാതിരി ആദ്യം പോലീസായിരിക്കുമോ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഫിലിം പ്രൊഡ്യൂസറാണ് ഈ സിനിമയിൽ. പിന്നെ എൻ്റെ നായകൻ എന്ന് പറയുന്നത് മനോജേട്ടനാണ്. മനോജേട്ടൻ ഇതിലൊരു സിനിമാ നടനായിട്ടാണ്. അപ്പം ആ നടന് വേണ്ടി ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറായിട്ടാണ് ഞാൻ ഈ പടത്തിൽ അഭിനയിക്കുന്നത്. പിന്നെ ഗ്രേസും ബേസിലൊക്കെ ആയിട്ടാണ് കോമ്പിനേഷൻ ഉള്ളത്. സിദ്ദിഖിയായിട്ടാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ഇവരൊക്കെ പറഞ്ഞത് തന്നെ എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണാൻ വിജയിപ്പിക്കുക. താങ്ക് യു. ചേട്ടാ, എനിക്കൊരു ചോദ്യം. ഒരു തുണ്ടുപടത്തിൽ താങ്കളായിരുന്നു ഹീറോ, ഇദ്ദേഹമായിരുന്നു ഡയറക്ടർ. പിന്നീട് തിരയിൽ ഇദ്ദേഹം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നു. വർഷങ്ങൾക്കിപ്പുറം ഇദ്ദേഹം ഹീറോ ആയി ഈ നുണക്കുടി വരെ എത്തിയിരിക്കുന്നു. ഡയറക്റ്റ് ചെയ്തു. ഒരു കോ ആക്ടർ എന്ന രീതിയിൽ ഇദ്ദേഹത്തിന്റെ കരിയറിൽ ഈ അത്ഭുതകരമായ വളർച്ച എങ്ങനെ നോക്കി കാണുന്നു? നീ അടുത്തൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു. അതൊന്നും ഞാനങ്ങനെ പൊതുവെ അളക്കുന്ന ആളല്ല. പക്ഷേ വളരെ നമ്മളെ ഒരാൾ അട്രാക്റ്റ് ചെയ്യുമെന്ന് പറയില്ല. ചില ആക്ടേഴ്സിന് ആ പവറുണ്ട്. തീർച്ചയായിട്ടും നമ്മളുടെ ലെജൻഡറി ആക്ടേഴ്സ് ഇവിടെ ഇരിക്കുന്നതിൽ ദീപിൽപ്പെടെ നമുക്ക് ആ പവർ ഫീൽ ചെയ്യുന്നത് പ്രേക്ഷകരായ നമുക്ക്. ആ ഒരു മാഗ്നറ്റിക് പുള്ള് ബേസിൽ സ്ക്രീനിൽ വരുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ബേസിൽ പല സമയത്ത് എന്നോട് അദ്ദേഹത്തിൻ്റെ ചോയ്സുകളിൽ റെപ്പറ്റീഷൻ ഉണ്ടോ എന്നൊക്കെ ഉള്ളൊരു ഇൻസെക്യൂരിറ്റി അല്ല, കൺസേൺ. അത് ഏതൊരു ആക്ടർക്കും വേണമല്ലോ. പക്ഷെ ഞാൻ വളരെ കൃത്യമായിട്ട് പറയേണ്ടത് ജാനേമനിലെ ജോയ്മോനും ജയഹയിലെ രാജേഷും പാലത്ത് വരുമ്പോഴും എല്ലാത്തിനും ടോട്ടാലിറ്റി നോക്കുമ്പോൾ വേറൊരാളാണ്. തീർച്ചയായിട്ടും നുണക്കുഴി വരുമ്പോഴും എബി എന്ന് പറഞ്ഞ ആളും വേറെ തന്നെ ആയിരിക്കും. ഞാൻ സിനിമ കണ്ടിട്ടില്ല. ഞാൻ വളരെ ആസ്വദിക്കുന്ന, ഇപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും മലയാളികൾക്കുള്ളൊരു സന്തോഷമുണ്ടല്ലോ, ബ്രേസിലിനെ കാണുമ്പം ആ ചിരി കേൾക്കുമ്പോൾ നമുക്ക് ചിരിക്കാൻ തോന്നും. അത് അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. സിദ്ദിഖ, റൈറ്റർ കെ അദ്ദേഹം ആദ്യം പറഞ്ഞു 90കളിൽ കോമഡി വളരെ നന്നായി ചെയ്തിരുന്ന ഒരു ആക്ടറാണ് താങ്കൾ. അപ്പോൾ ജഗദീഷ് ചേട്ടൻ തുടങ്ങിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആക്ടർ കൂടെ നന്നായിട്ട് അഭിനയിച്ച താങ്കൾ ഈ പുതിയ ജനറേഷനിലുള്ള ആൾക്കാർ കൂടെ അഭിനയിക്കുമ്പോൾ എന്ത് തോന്നുന്നു? പിടിച്ചു നിൽക്കാൻ വലിയ പ്രയാസമാണ്. കാരണം നമ്മൾ ഒരുപാട് മുമ്പ് അഭിനയിച്ച് ശീലിച്ചൊരു രീതിയുണ്ടല്ലോ, ആ രീതി അതേപോലെ ഫോളോ ചെയ്താൽ ഇപ്പോൾ ഇവർ തമാശ പറയുന്ന രീതിയും ഇവർ അഭിനയിക്കുന്ന രീതിയൊക്കെ കുറേ കൂടെ വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ അവരുടെ കൂടെ അതേപോലെ നിന്നില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിപ്പോവും. നിങ്ങൾ പ്രേക്ഷകൻ സിനിമ കാണുമ്പോൾ ഒരു വിഭാഗം ആളുകൾ അഭിനയിക്കുന്ന ഒരു ഈസിനെസ്സോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആക്ടിങ്ങിൻ്റെ ഒരു പാറ്റേണോ അല്ല വേറൊരാൾ കുറച്ച് നാടകീയമായിട്ട് അതല്ലെങ്കിൽ വേറൊരു രീതിയിൽ ചെയ്യുന്നു എന്ന് തോന്നുമ്പോൾ ഞാനൊരു ഏലിയൻ ഫീൽ വരും. അപ്പോൾ ഞാൻ ഔട്ട്ഡേറ്റഡ് ആവും. അപ്പോൾ ഞാൻ എപ്പോഴും ശ്രമിക്കുന്നത് കറൻ്റ് ആയിരിക്കാനാണ്, ഇവരോടൊപ്പം അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാനാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഈ അജുവൊക്കെ വന്ന കാലം തൊട്ട് ഞാനുമായിട്ട് വളരെ അടുപ്പം സൂക്ഷിക്കുന്ന ആളുകളാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് അവരുമായിട്ടുള്ളൊരു കമ്പനി ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ആദ്യം അജു എൻ്റെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒന്ന് പരിചയപ്പെട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു, അത് ഞങ്ങൾക്കൊക്കെ പേടിയായിരുന്നു ഇപ്പോൾ അടുത്തൊക്കെ വന്ന് സംസാരിക്കാൻ. അവരെപ്പോഴും അങ്ങനെ മാറി നിൽക്കും. അത് അവരുടെ ഒരു മടികൊണ്ടാണ്. ഇപ്പോൾ ഞാൻ ആദ്യം സിനിമയിൽ അഭിനയിക്കാൻ വന്ന സമയത്ത് എൻ്റെ സീനിയർ ആക്ടേഴ്സിൻ്റെ അടുത്ത് എനിക്കും ചെന്ന് സംസാരിക്കാൻ ഒരു ഭയമാണ്. കാരണം നമ്മുടെ സിനിമയ്ക്ക് പുറത്ത് നിന്ന് ഇവരെ നടീനടന്മാരായിട്ട് കണ്ടിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരോട് എപ്പോഴും ഒരു ആരാധനയും ബഹുമാനവും കൂടും. അപ്പോൾ ഞാനെപ്പോഴും ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവരോട് കൂടുതൽ അടുപ്പം കാണിക്കുകയും ഇവരോട് കൂടുതൽ ഇടപഴകുകയും ചെയ്യുമ്പോൾ നമുക്ക് ഇവരുടെ ഒരു രീതികൾ മനസ്സിലാവുകയും അതേപോലെ അഭിനയിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനെപ്പോഴും. അപ്പോൾ അവരുടെ ഒരു പാറ്റേണിലേക്ക് ഞാൻ മാറാനാണ് എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ ഞാൻ ഔട്ട്ഡേറ്റഡ് ആയി പോകുന്നുള്ളൊരു ചിന്തയും ഭയവുമാണ് എനിക്കുള്ളത്. എന്തോ കറങ്ങി തിരിഞ്ഞ് അവിടെ തന്നെ എത്തിയല്ലേ? പറഞ്ഞോട്ടെ.
അത് ശ്രദ്ധിച്ചായിരുന്നു. അത്തരം കമൻറ്റുകൾ വരുമ്പോഴും ഞാൻ ഭയക്കുന്നത് ഇതേപോലെ എന്തെങ്കിലും ഒരു നമ്മുടെ ഭാഗത്തു നിന്ന് വീഴ്ച വന്നാലും ഇതേപോലെ ഒരുപാട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കമൻറ്റുകളും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം. ഇപ്പം നമ്മളൊരു കാര്യം ചെയ്തു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്താലും അതിന് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവും. കാരണം അതൊരു പബ്ലിക് ന്യൂസൻസ് ആയിട്ടാണ്. ഇപ്പോൾ അതിൻ്റെ താഴെ വന്ന എല്ലാ കമൻറ്റുകളും അതിനനുകൂലമായിട്ട് പറയാൻ കാര്യം അത്രയധികം ഒരു പബ്ലിക് ന്യൂസൻസ് ആയിട്ട് ആളുകൾക്ക് തോന്നിയതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പരാതി കൊടുത്തതുപോലെ വേറെ ആര് കൊടുത്താലും ഇതേ നിയമ നടപടികൾ തന്നെ ഉണ്ടാവുമായിരുന്നു. പക്ഷേ എനിക്കത് ചെയ്യേണ്ടി വന്നത് എന്താ വെച്ചാൽ ഞാനൊരു സംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ ആ സംഘടനയിൽപ്പെട്ട ഒരാളെ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികളെല്ലാം സ്നേഹിക്കുന്ന ശ്രീ മോഹൻലാലിനെ പോലുള്ള ഒരാളെ പറ്റി അങ്ങനെ പറഞ്ഞപ്പോൾ ഈ സംഘടനയുടെ നേതൃസ്ഥാനത്തിരുന്ന് അത് ചെയ്യേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴും ഞാൻ പല പ്രാവശ്യം ആലോചിച്ചിട്ടാണ് അത്തരം പ്രവൃത്തിയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. കാരണം ഇപ്പം നല്ല കമൻറ്റ് വന്നതുപോലെ മോശം കമൻറ്റ് വരാനും ഒരു പ്രവൃത്തി മതി. എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ആലോചിച്ചും സൂക്ഷിച്ചും തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ വന്നിരുന്ന് സംസാരിക്കാനിരിക്കുമ്പോൾ പോലും ഞാൻ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നത് എൻ്റെ വായിൽ നിന്നൊരു അവിവേകം വീണു പോകരുത്. കാരണം അത് വീണാൽ അത് റെക്കോർഡഡാണ്. അപ്പോൾ അത് നമ്മൾ പറയുന്നൊരു കാര്യം മറ്റൊരു രീതിയിൽ ആളുകൾക്ക് എടുക്കാൻ അല്ലെങ്കിൽ വേറെ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പോലുള്ളൊരു വാക്ക് പോലും എൻ്റെ വായിൽ നിന്ന് വീഴരുത് എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാനിരിക്കുന്നത്. അപ്പോൾ അത് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ 100 പ്രാവശ്യം ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ തീരുമാനിച്ചാൽ പിന്നെ ഞാനത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കും. പിന്നീട് അതിൻ്റെ വരായികൾ അനുഭവിക്കാൻ ഞാൻ തയ്യാറായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് ആലോചിച്ചതിന് ശേഷമാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നത്. ഇനിയിപ്പോൾ അത് കുറച്ചുകൂടെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ ഒരു വ്യക്തി എന്നുള്ളത് മാത്രമല്ല, വലിയ ഒരു സിനിമാ താരങ്ങൾ ഉൾപ്പെടുന്ന, സിനിമയിലെ നടീനടന്മാർ ഉൾപ്പെടുന്ന സംഘടനയുടെ നേതൃസ്ഥാനത്ത് ഇരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു മോശം പ്രവൃത്തി ചെയ്താൽ എൻ്റെ സംഘടനയിലുള്ള ഓരോ അംഗങ്ങളെയും അത് ബാധിക്കും എന്നുള്ളതുകൊണ്ട് കുറച്ചുകൂടെ ശ്രദ്ധിക്കണമെന്നേ തോന്നിയിട്ടുള്ളൂ. ഏജന്റുമാര് അങ്ങനത്തെ കുറെ മിഡിൽ നിൽക്കുന്ന ആളുകൾ കുറെ കാശ് മേടിക്കുന്നു. അപ്പോൾ ഇങ്ങനെ മലയാള സിനിമ നശിച്ചുകൊണ്ട് ഒരു സൈഡിൽ നന്നായിട്ട് പോകുമ്പോൾ മറ്റൊരു സൈഡിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കങ്ങനെ വിശ്വസിക്കുന്നു. എനിക്കതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിനെ പറ്റിയിട്ട് വലിയൊരു ഗ്രാഹ്യമില്ല. ഞാനത് അത്ര ആഴത്തിൽ അതിനെപ്പറ്റി പഠിച്ചിട്ടില്ല. ഇപ്പോൾ ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടും പൊതുവെ തിയേറ്ററുകാർ പറയാറുണ്ട് ഇങ്ങനെ ബുക്ക് മൈ ഷോയിൽ ചിലപ്പം 60-70 ടിക്കറ്റുകൾ പോയിട്ടുണ്ടാവും, പക്ഷേ തിയേറ്ററിൽ ആളുകൾ കാണാൻ കുറവാണെന്നൊക്കെ തിയേറ്ററുകാർ പറയുന്നുണ്ട്. അതിൻ്റെ നിജസ്ഥിതി എന്താണെന്നും കൃത്യമായിട്ട് എനിക്കറിവില്ല. പക്ഷേ എന്നാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സിനിമ വളർന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. നല്ല നല്ല സിനിമകൾ ഒരുപാട് ഉണ്ടാവുന്നു. ഒരു നല്ല സിനിമ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ അതിനിപ്പോൾ ഒരു പ്രീ പബ്ലിസിറ്റി ഇല്ലെങ്കിലോ ഒന്നും അതൊരു സിനിമയെ ബാധിക്കില്ല. സിനിമ അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി അതല്ലെങ്കിൽ അർഹിക്കുന്ന വിജയം അത് കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ജാനമൻ എന്ന് പറയുന്ന സിനിമ, ആ സിനിമ ഇറങ്ങിയെന്നാണ് ഞാൻ അങ്ങനത്തെ ഒരു സിനിമ ഉണ്ടെന്നുള്ളത് അറിയുന്നത്. ഞാൻ അതിനു മുമ്പ് അതിൻ്റെ ഒരു പ്രീ പബ്ലിസിറ്റിയെക്കുറിച്ചൊന്നും ഞാൻ ബോധവാനായിരുന്നില്ല. പക്ഷേ ആ സിനിമ ഇറങ്ങി അതിനെപ്പറ്റി ജാനമൻ ആ സിനിമ ഇറങ്ങി അതിന് കിട്ടിയ അഭിപ്രായം കൊണ്ട് അത് വളർന്നു കയറി വന്നു. രോമാഞ്ചം എല്ലാം അങ്ങനെയാണ്. ഇപ്പോൾ ആവേശം എന്ന് പറയുന്ന സിനിമ കുറേ നാളായ അതിൻ്റെ ഷൂട്ടിങ്ങിനെ പറ്റി നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ തിയേറ്ററിൽ വന്നിട്ട് ആ സിനിമ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് അത് തന്നെയാണ് സിനിമയുടെ അൾട്ടിമേറ്റ് വിജയമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതല്ലാതെ ബുക്ക് മൈ ഷോയിലെ റേറ്റിങ്ങോ അതൊക്കെ നമുക്ക് എവിടെയെങ്കിലും പറയാം എന്നല്ലാതെ അതല്ല, ജനങ്ങൾ തീരുമാനിക്കും. അവർ നിഷ്പക്ഷരാണ്. നല്ല സിനിമ കണ്ട കൈയടിക്കുകയും മോശം സിനിമ കണ്ട പോവുകയും ചെയ്യും. അതിനവർക്കിനി അവർ വേറൊന്നും ഒരു ക്രൈറ്റീരിയ ആയിട്ട് എടുക്കാറില്ല. അവരെ രസിപ്പിക്കുന്ന സിനിമകൾക്ക് കൈയടിക്കുക, മോശം സിനിമകൾക്ക് അവർ പോവും. അപ്പോൾ അത് മാത്രമാണ് ഞങ്ങളെപ്പോഴും കീനായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത്. മറ്റ് റെക്കോർഡ്സോ സ്റ്റാറ്റിസ്റ്റിക്സോ ഞങ്ങൾ അത്രയധികം ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഞാനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, വളരെ എന്താ പറയുക, ഈ പുതിയ രീതികൾ അവലംബിക്കാനും പുതിയ പരീക്ഷണങ്ങൾ നടത്താനും കങ്കൂറ്റുള്ളൊരു സംവിധായകനാണ്. കാരണം ഇപ്പം പുള്ളി ഒരു പ്രൊജക്റ്റിലേക്ക് പോകുന്നതും അത്യാവശ്യം വളരെ ചില്ലറക്കളിയല്ല അത്. അപ്പം അങ്ങനത്തെ അടുത്ത ലെവലിലേക്കുള്ള ഹയർ എന്താ പറയുക ഒരു ഇതിലുള്ള സിനിമകൾ ഞാനൊക്കെയാണെങ്കിൽ ഒന്ന് മടിക്കും. പക്ഷേ ബേസിലിനെ പോലെ ഇപ്പോൾ ഒരു അപ്കമിങ് 3 പടം ചെയ്തു അല്ലേ? അപ്പോൾ ആ 3 പടത്തിലും വ്യത്യസ്തമായ പടങ്ങൾ, അത് ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അത് വളർന്നു വരികയാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് മിന്നൽ മുരളി പോലെയുള്ള പടങ്ങളൊക്കെ അങ്ങനെ കൺസീവ് ചെയ്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. ഭയങ്കര ഒരു വിഷണറി ആയിട്ടുള്ള ഒരു ടെക്നീഷ്യനാണത്. അതാണ് ഞാൻ കാണുന്നത്, ഒരു ഡയറിങ് ആയിട്ടുള്ളൊരു ഡയറക്ടർ, പരീക്ഷണങ്ങൾ നടത്താനായിട്ടുള്ള ചങ്കൂറ്റമുള്ളൊരു ഡയറക്ടർ. അങ്ങനെ ഞാൻ കാണുന്നത്.
ഗ്രേസ് ആൻ്റണി, ഉർവശി ചേച്ചി, കൽപ്പന തുടങ്ങിയ വലിയ ആർട്ടിസ്റ്റുകളായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ താങ്കൾ കമ്പയർ ചെയ്യുന്നത്. അതൊരു ബാധ്യതയല്ലേ? എപ്പോഴെങ്കിലും പെർഫോം ചെയ്യാൻ ക്യാമറയ്ക്ക് മുന്നിൽ എത്തുമ്പോൾ ഒരു ടെൻഷൻ ഫീൽ ചെയ്യാറുണ്ടോ? പെർഫോമൻസ് എനിക്കതിൽ കൂടുതലൊന്നും പറയാനില്ല. കാരണം എല്ലാവരും ഇത് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി ഓൾറെഡി ഞാൻ പറഞ്ഞു. അത് ആ ഒരു ടൈമിലേ ഉള്ളൂ. അത് ഇപ്പോൾ തമാശ ഞാൻ ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം വന്നത്. അടുത്തൊരു സീരിയസ് ക്യാരക്ടർ ചെയ്യുമ്പോൾ ആൾക്കാരത് മറന്നിട്ട് വീണ്ടും അടുത്തതിലേക്ക് പോകും. അപ്പോൾ ഒന്ന് കഴിഞ്ഞ് അതിനെ അവിടെ വിട്ട് അടുത്ത വർക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ അത് എടുക്കുന്നുള്ളൂ. അല്ലാതെ പോകുന്ന വർക്കിലെല്ലാം അതിൻ്റെ ഒരു ഭാരം കൊണ്ടുപോവുക, അതേ ഒരു ഇമേജ് കൊണ്ടുപോവുക, അവരിങ്ങനെ പറഞ്ഞു ഞാൻ ഇതേ ഇമേജ് ക്രിയേറ്റ് ചെയ്യണം, അങ്ങനത്തെ ഒന്നും എടുക്കാറില്ല. ഒന്നത് കഴിഞ്ഞു അത് വിട്ട് അടുത്ത വർക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അത് ശരിക്കും ഉണ്ടല്ലോ, അതിന് ചിലർ കൊടുക്കുന്ന ഇത് ഒരു ചേച്ചി അല്ല കൽപ്പന ചേച്ചിയെ പോലെ അങ്ങനെയല്ല. അത് അവർ ഭയങ്കര വേഴ്സറ്റൈൽ ആക്ടറാണ്. പൊതുവേ പെൺകുട്ടികൾ അല്ലെങ്കിൽ അവർ ആക്ട്രസസ് ഹ്യൂമർ ചെയ്യുന്നത് വളരെ കുറവാണ്. അവരത് ചെയ്യുമായിരുന്നു. ആ ലീഗിലേക്ക് ഒരാൾ വന്നു. പക്ഷേ ഗ്രേസിനെ സംബന്ധിച്ചോളം ഗ്രേസിൻ്റെതായ ഒരു ശൈലിയുണ്ട്. അല്ലാതെ അവരെ പോലെ അഭിനയിക്കുന്നില്ല. ആ വേഴ്സിറ്റാലിറ്റിയിലാണ് അവർ ആ ഇതിൽ വന്നിരിക്കുന്നത്. അല്ല, നുണക്കുഴി ഇല്ല, അജയൻ്റെ രണ്ടാം മോഷണം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാനും നോക്കിക്കാണുന്ന ഒരു സിനിമയാണത്. ഈ പറയുന്ന ഓണത്തിനാണ് റിലീസ്. എൻ്റെ കൂടെ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ജിതിൻ ലാലാണ് അതിൻ്റെ ഡയറക്ടർ. കുഞ്ഞിരാമായണത്തിലും ഗോതയിലൊക്കെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രാ സന്തോഷം കൂടെ ഉണ്ട്. അതും കൂടാതെ ടൊവീനോ ലീഡ് റോളിൽ അഭിനയിക്കുന്ന സിനിമ എന്നുള്ളൊരു അത് കൂടുതൽ സന്തോഷം കൊടുക്കുന്നുണ്ട്. പിന്നെ ഔട്ട് ആൻഡ് ഔട്ട് ടൊവീനോ സിനിമയാണത്. അവൻ 3 റോളുകൾ ചെയ്യുന്നുണ്ട് ആ സിനിമയിൽ 3 കാലഘട്ടങ്ങളിലൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ത്രൂ ഔട്ട് ടൊവീനോ സിനിമയാണ്. ജിതിൻ കുറേ കഷ്ടപ്പെട്ടിട്ട് 7-8 വർഷമായിട്ട് ആ സിനിമയുടെ പിന്നാലെയാണ്. അത്രയും സ്കെയിലിൽ ആദ്യത്തെ സിനിമ ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇത്രയും ബജറ്റൊക്കെ വെച്ചിട്ട് ഇത്രയും ടെക്നീഷ്യൻസിനെ കൺവിൻസ് ചെയ്യണം, പ്രൊഡ്യൂസേഴ്സിനെ കൺവിൻസ് ചെയ്യണം, ആക്ടേഴ്സിനെ കൺവിൻസ് ചെയ്യണം. ഇതെല്ലാം ഒരു 8 വർഷത്തെ ജേണിയാണ് അവൻ്റെ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ. എപ്പോഴാണ് ഞാൻ ഷൂട്ട് ചെയ്തതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. 2 വർഷം മുമ്പെങ്ങാണ്ടാണ് ഷൂട്ട് ചെയ്തതൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് ഇത്രയും സമയമെടുത്തു. അത് പോസ്റ്റ് പ്രൊഡക്ഷനും ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഓണത്തിന് വരുന്നു. ഫൈനലി അത് തിയേറ്ററിലേക്ക് എത്തുന്നു, ആൾക്കാരുടെ മുമ്പിലേക്ക് എത്തുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷം നൽകുന്നുണ്ട്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ആ സിനിമ ഈ പറയുന്ന പോലെ അതിൻ്റെ VFXും അതിൻ്റെ സ്കെയിലും ആക്ഷനും ഒക്കെ ആയിട്ട് അതിനൊരു വലിപ്പമുണ്ട്. അത് തലവര മാറ്റുമെന്നുള്ള കാര്യം നമുക്ക് സിനിമ ഇറങ്ങി കഴിയുമ്പോഴേ അറിയുള്ളൂ. പക്ഷേ അവർ അതിൻ്റേതായിട്ടുള്ള ഹോംവർക്ക് ചെയ്ത് അതിനനുസരിച്ചുള്ള ഒരു എഫേർട്ട് അവരിട്ടിട്ടുണ്ട്. അപ്പോൾ ആ എഫേർട്ട് സത്യസന്ധമാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് അവർക്ക് കിട്ടും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സിനിമ ഇറങ്ങട്ടെ, എന്താ പറയുക, ഫാമിലി സിനിമയാണ്. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കറക്റ്റ്. ഫാമിലി, ഇതൊരു പ്രോപ്പർ ഫാമിലി സിനിമ തന്നെയാണ്, അതിന് സംശയമില്ല. ഇത്ര ആക്ടേഴ്സ് ഉണ്ട്. അതിൻ്റെ ഹ്യൂമറൊക്കെ ആരെയും ഉപദ്രവിക്കുന്ന തരത്തിലുള്ള ഹ്യൂമറൊന്നുമല്ല. തീർച്ചയായിട്ടും അതൊരു ഫാമിലി കോമഡി എൻ്റർടൈനർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വന്ന് കണ്ട് ആസ്വദിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. 100%. അതിലൊരു സംശയമില്ല. ബാക്കിയുള്ള എല്ലാവർക്കും നല്ല പ്രായമുണ്ട് മോനെ. അതാ ബേസിൽ മാത്രമാണ് പ്രായമില്ലാത്തത്. അല്ല, അതൊരു കോംപ്ലിമെന്റ് കൊടുത്തതാണ് ബേസില്ല. അത് ഞങ്ങളും സമ്മതിച്ചു തന്നു.
എന്തായാലും ഒരുപാട് സന്തോഷം ഇത്രയും സമയം നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ സാധിച്ചത്. ഇനി ഞങ്ങളൊക്കെ വേറെ ഒരു ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് ഓടി വന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ സിനിമ ഒരു വൻ വിജയമാക്കി തീർക്കാൻ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ശ്രമം വളരെ വലുതാണ്. അത് ഇത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ട് പ്രേക്ഷകർക്ക് ഈ സിനിമ കാണണം എന്നൊരു തോന്നലുണ്ടാക്കത്തക്ക രീതിയിലുള്ളൊരു പ്രചാരണം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നുള്ള അഭ്യർത്ഥനയോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.